ഞാൻ ഡോക്ടർ ഷീല നമ്പൂതിരി. അമൃത ഹോസ്പിറ്റൽ കൊച്ചിയിലെ പീഡിയാട്രിക് ജെനറ്റിക്സ് വിഭാഗം മേധാവിയാണ്. ഇന്ന് ലോക ഡൗൺ സിൻഡ്രോം ദിനമാണ്. മാർച്ച് 21 ഡൗൺ സിൻഡ്രോം ദിനമായി ആചരിക്കുന്നത്. 700-ൽ 1 എന്ന നിരക്കിലാണ് ഡൗൺ സിൻഡ്രോം സാധാരണയായി ജനങ്ങളിൽ കുഞ്ഞുങ്ങൾക്ക് വരുന്ന ഒരു രോഗമാണ് ഡൗൺ സിൻഡ്രോം. അപ്പോൾ ഈ ഒരു കാര്യം നമുക്ക് മുൻകൂട്ടി കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു രോഗമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇത് പ്രഗ്നൻസിയിൽ 12ാമത്തെ ആഴ്ചയിൽ ഒരു ഫസ്റ്റ് ട്രൈമസ്റ്റർ സ്ക്രീനിങ് എന്നൊരു ടെസ്റ്റുണ്ട്. ആ ടെസ്റ്റിൽ അമ്മയുടെ ശരീരത്തിൽ നിന്ന് ഒരു ചെറിയ ഒരു എമൗണ്ട്, ഒരു 3 ml ബ്ലഡ് എടുക്കും. അതിൻ്റെ കൂട്ടത്തിൽ ഒരു പ്രത്യേക തരത്തിലുള്ള അൾട്രാസൗണ്ട് സ്കാൻ ചെയ്ത് കുഞ്ഞിൻ്റെ കഴുത്തിൻ്റെ പുറകുവശത്തുള്ള തടിപ്പ്, ന്യൂക്കൽ ട്രാൻസ്ലൂസൻസി എന്നാണ് അതിന് പറയുന്നത്, ഈ ഒരു ന്യൂക്കൽ ട്രാൻസ്ലൂസൻസിയും കൂടെ അളന്നതിന് ശേഷം ഒരു പ്രത്യേക തരത്തിലുള്ള കാൽക്കുലേഷൻ ചെയ്ത് ഈ കുഞ്ഞിന്, ഗർഭസ്ഥ ശിശുവിന് ഡൗൺ സിൻഡ്രോം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടോ എന്ന് മുൻകൂട്ടി കണ്ടുപിടിക്കാൻ ഉള്ള ഒരു സാഹചര്യം ഇപ്പോൾ അവൈലബിൾ ആണ്. ഈ ഒരു ടെസ്റ്റ് ചെയ്തതുകൊണ്ട് ഏകദേശം 90 മുതൽ 95% വരെ ഡൗൺ സിൻഡ്രോം കുഞ്ഞിനുണ്ടോ എന്നുള്ള സാധ്യത നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. എന്തെങ്കിലും കാരണവശാൽ ഈ ടെസ്റ്റ് ചെയ്യുന്നത് ഒരു 12 മുതൽ 14 ആഴ്ച വരെയുള്ള സമയത്ത് ചെയ്യുന്നതാണ് ഏറ്റവും അഭികാമ്യം. എന്തെങ്കിലും കാരണവശാൽ ഈ ഫസ്റ്റ് ട്രൈമസ്റ്റർ സ്ക്രീനിങ് ചെയ്യാൻ ആകാതെ വന്നാൽ അങ്ങനെയുള്ള ഗർഭിണിയായ സ്ത്രീക്ക് 15 മുതൽ 22 ആഴ്ച വരെയുള്ള ആ സമയത്ത്, 15 മുതൽ 18 വരെയുള്ള ആഴ്ചയാണ് ഏറ്റവും ഐഡിയൽ. ആ സമയത്ത് അടുത്ത ഒരു സ്ക്രീനിങ് ടെസ്റ്റ് ഉണ്ട്. അതിന് ക്വാഡ്രപ്പിൾ സ്ക്രീനിങ് എന്നാണ് പറയുന്നത്. ഈ ക്വാഡ്രപ്പിൾ സ്ക്രീനിങ്ങിൽ അമ്മയുടെ ബ്ലഡിൽ നിന്നുള്ള പാരാമീറ്റേഴ്സ് മാത്രമേ നോക്കാൻ സാധ്യമാവുള്ളൂ. അല്ലാതെ ഈ കഴുത്തിൻ്റെ പുറകുവശത്തുള്ള തടിപ്പ് ആ ഒരു സമയത്ത് ഉപയോഗിക്കാൻ സാധ്യമല്ല. ഈ ക്വാഡ്രപ്പിൾ സ്ക്രീനിങ്ങും ഫസ്റ്റ് ട്രൈമസ്റ്റർ സ്ക്രീനിങ്ങും തമ്മിലുള്ള വ്യത്യാസം, ഫസ്റ്റ് ട്രൈമസ്റ്റർ സ്ക്രീനിങ്ങിന് ഏകദേശം 90 മുതൽ 95% വരെ കണ്ടുപിടിക്കാനുള്ള കേപ്പബിലിറ്റി ഉണ്ട്. എന്നാൽ ഈ ക്വാഡ്രപ്പിൾ സ്ക്രീനിങ് ചെയ്യുമ്പോൾ അതിൻ്റെ ഡിറ്റക്ഷൻ റേറ്റ് ഒരു 79% മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഒരു പുതിയ തരം ടെസ്റ്റ് കൂടെ ഇപ്പോൾ അവൈലബിൾ ആണ്. അത് ഡൗൺ സിൻഡ്രോം കുഞ്ഞിനുണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ അമ്മയുടെ ബ്ലഡിൽ നിന്ന് നേരിട്ട് ചെയ്യുന്ന ഒരു ടെസ്റ്റാണ്. അതിന് നോൺ ഇൻവേസീവ് പ്രീനേറ്റൽ ടെസ്റ്റിംഗ് എന്നാണ് പറയുന്നത്. അത് 10 ആഴ്ച മുതൽ ആ ടെസ്റ്റ് ചെയ്യാവുന്നതാണ്. പ്രത്യേകിച്ച് ഇപ്പോഴുള്ള കാലത്ത് IVF എല്ലാം വളരെ പ്രചാരത്തിലുള്ള ഒരു സമയത്ത് ഒരുപാട് ആൾക്കാർ, പ്രായം 35 വയസ്സിന് ശേഷമുള്ള സ്ത്രീകൾ ഗർഭിണികളാവുന്നൊരു സാഹചര്യം ഉള്ളതുകൊണ്ട് 35 വയസ്സിന് ശേഷമാണ് ഈ ഗർഭസ്ഥ ശിശുവിന് ഡൗൺ സിൻഡ്രോം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതൽ. അമ്മയുടെ പ്രായം കൂടുന്നതിനനുസരിച്ച് ഡൗൺ സിൻഡ്രോം ഉണ്ടാകാനുള്ള റിസ്ക്കും കൂടും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇങ്ങനെ വളരെ ലളിതമായ ഒരു NIPT എന്നുള്ളൊരു ടെസ്റ്റ് ഉപയോഗിച്ച് കുഞ്ഞിന് ഡൗൺ സിൻഡ്രോം ഉണ്ടോ എന്നുള്ള ഒരു കാര്യം മുൻകൂട്ടി കണ്ടുപിടിക്കാൻ സാധിക്കും. അതിനായി വേറെ ബുദ്ധിമുട്ടുള്ള ടെസ്റ്റ് ആവശ്യമില്ല. അമ്മയുടെ ബ്ലഡിൽ നിന്ന് തന്നെ അങ്ങനൊരു ടെസ്റ്റ് കണ്ടുപിടിക്കാൻ പറ്റും. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഇതിന് 99% വരെ ഡൗൺ സിൻഡ്രോം കുഞ്ഞിനുണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ സാധ്യമായിട്ടുള്ളൊരു ടെസ്റ്റാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ടെസ്റ്റുകൾ ഉണ്ടെന്നുള്ളൊരു കാര്യം ഈ പ്രോഗ്രാം കാണുന്ന ആൾക്കാർക്ക് മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കാര്യം ഞാൻ നിങ്ങളുമായിട്ട് കൺവേ ചെയ്യുന്നത്. ഡൗൺ സിൻഡ്രോം ഉള്ള കുഞ്ഞുങ്ങൾക്ക് അവർക്ക് ബുദ്ധിയുടെ തോതിൽ കുറവ് വരുന്നതിൻ്റെ കൂട്ടത്തിൽ അവർക്ക് വേറെയുള്ള അസുഖങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. ഏറ്റവും പ്രധാനമായിട്ടുള്ളത് 50% ഡൗൺ കുട്ടികളിലും ഹൃദയത്തിന് വൈകല്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ ഹൃദയത്തിൻ്റെ വൈകല്യം ഒട്ടുമുക്കാലും ഹൃദയത്തിലെ വൈകല്യങ്ങളും ഓപ്പറേഷൻ വഴി സുഖപ്പെടുത്താവുന്ന തരം ഹൃദയ വൈകല്യങ്ങളാണ്. പക്ഷേ അപ്പോൾ എത്ര നേരത്തെ ഈ ഹൃദയത്തിൻ്റെ വൈകല്യം കണ്ടുപിടിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനം. അതുകൊണ്ട് ആ കുഞ്ഞുങ്ങൾക്ക് ഓപ്പറേഷൻ വളരെ നേരത്തെ തന്നെ ചെയ്യാൻ സാധിക്കും. രണ്ടാമത്തെ കാര്യം, ഏകദേശം 18% കുട്ടികൾക്ക് തൈറോയ്ഡ് സംബന്ധമായ തകരാറുകൾ വരാം. ഇത് വളരെ വളരെ എളുപ്പത്തിൽ ചികിത്സിക്കാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ കുഞ്ഞുങ്ങൾ, ഡൗൺ സിൻഡ്രോം ഉള്ള കുഞ്ഞുങ്ങൾക്ക് ബുദ്ധിയുടെ തോതിൽ കുറവുള്ളതിൻ്റെ കൂട്ടത്തിൽ തൈറോയ്ഡ് സംബന്ധമായ കുഴപ്പങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ അവരുടെ ബുദ്ധിയുടെ അളവ് കൂടുതൽ കുറയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എല്ലാ കുട്ടികൾക്കും 6 മാസത്തിലൊരിക്കൽ തൈറോയ്ഡിൻ്റെ ലെവൽസ് നോക്കി, തൈറോയ്ഡിൻ്റെ ലെവൽസ് കുറവാണോ അങ്ങനെ ഉണ്ടോ എന്ന് നോക്കി അതിനുള്ള ചികിത്സ നിർബന്ധമായും കൊടുക്കേണ്ടതാണ്. പിന്നെ കുഞ്ഞുങ്ങളെ, ഈ തരത്തിൽ ഡൗൺ സിൻഡ്രോം ഉള്ള കുഞ്ഞുങ്ങളെ നമ്മൾ വളരെ നേരത്തെ 2 മാസമാകുമ്പോൾ തന്നെ അവർക്ക് ഫിസിയോതെറാപ്പിയും ഏർലി ഇൻ്റർവെൻഷൻ തെറാപ്പിയും തുടങ്ങണം. എങ്കിൽ മാത്രമേ അവരുടെ കഴുത്തുറയ്ക്കുക, കമന്ന് വീഴുക, നടക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ സാധാരണ കുട്ടികളെ പോലെ കുറച്ചുകൂടെ എളുപ്പത്തിൽ ഈ കുഞ്ഞുങ്ങൾക്കും സംഭവിക്കുകയുള്ളൂ. അതുകൊണ്ട് ആ ഫിസിയോതെറാപ്പി ഉടനെ തന്നെ തുടങ്ങണം. പോരാത്തതിന് ഈ കുഞ്ഞുങ്ങളെ ഒരു കാരണവശാലും നമ്മൾ സ്പെഷ്യൽ സ്കൂളുകളിൽ ഈ കുട്ടികളെ ചേർക്കേണ്ട ആവശ്യമില്ല. ഇവർക്ക് സാധാരണ സ്കൂളുകളിൽ തന്നെ ഇവരെ ചേർക്കാം. പക്ഷേ ഇവരെ പഠിപ്പിക്കുന്ന സ്കൂളുകൾ കുറച്ചുകൂടെ ലൈറ്റ് സിലബസ് ഉള്ള സ്കൂളുകളിൽ ഇവരെ തീർച്ചയായും ചേർക്കണം. അപ്പോൾ മിക്കവാറും അവരെ ലോക്കൽ ലാംഗ്വേജിൽ തന്നെ പഠിപ്പിക്കുന്നതാണ് ഏറ്റവും
അഭികാമ്യം. അങ്ങനെ പഠിപ്പിക്കുന്ന കുട്ടികൾക്ക് അവർക്ക് സ്വന്തം കാലിൽ നിൽക്കാനും സ്വയം പര്യാപ്തത കൈവരിക്കാനും തീർച്ചയായും വരും. അങ്ങനെയുള്ള കുട്ടികൾ സ്വന്തമായി പല കാര്യങ്ങളും അവർക്ക്, പ്രത്യേകിച്ച് ഈ കുട്ടികൾക്ക് കലകളിലൊക്കെ വളരെ ഇൻട്രസ്റ്റ് ഉള്ള കുഞ്ഞുങ്ങൾ നമുക്ക് പല പേഷ്യൻസും ഉണ്ട്. മ്യൂസിക്കിലോ ഡാൻസിലൊക്കെ താല്പര്യമുള്ള കുട്ടികളെ ആ തരത്തിലുള്ള കാര്യങ്ങളും തീർച്ചയായും പ്രോത്സാഹിപ്പിക്കണം. അങ്ങനെ ഇവർ സമൂഹത്തിന് വളരെ ഉപയോഗപ്രദമായ നിലയിൽ ഇവരെ സ്വയം പര്യാപ്തതയോടുകൂടി വളരാൻ നമ്മളവരെ സഹായിക്കണം.